മലപ്പുറം പൊന്നാനിയുടെ ചരിത്രശേഷിപ്പുകൾ തേടിയെത്തി വിദ്യാർത്ഥികൾ. തിരൂരിലെ സ്നേഹതീരം വോളണ്ടിയർ വിങ്ങിലെ ചരിത്ര വിദ്യാർത്ഥികളാണ് പൊന്നാനിയിലെത്തിയത്. തിരൂരിലെ സ്നേഹതീരം വളണ്ടിയർ വിങ്ങിലെ 50ഓളം ചരിത്ര വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച 2 ദിവസത്തെ ചരിത്ര ക്യാമ്പ് കർമ്മ ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഒരു കാലഘട്ടത്തിൽ തിരൂർ പൊന്നാനിയിൽ പെട്ടതായിരുന്നു. അതൊക്കെ അതിരമാഷ്ക്ക് അറിയാൻ ഒരുപാട് ചിത്രങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്നതിന് ഇപ്പോൾ എടശ്ശേരി വായനശാല, എടശ്ശേരി ഗോവിന്ദൻ നായർ, ഇതിന് നേരെ മുന്നിലുള്ള AVS സ്കൂൾ, ഇവിടെ പഠിച്ചിട്ടുള്ളതാണ് C രാധാകൃഷ്ണൻ. ഒരുപാട് ആളുകൾ, ഒരു 10-30 പേര് പ്രധാനപ്പെട്ട തങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തരും. സ്നേഹതീരം ചീഫ് കോർഡിനേറ്റർ നാസർ കുറ്റൂരിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ICRS കോർഡിനേറ്റർ ഇമ്പിച്ചിക്കോയ തങ്ങൾ, ചരിത്രകാരൻ TV അബ്ദുറഹ്മാൻ കുട്ടി, ഇന്റർനാഷണൽ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ് PRO മുഹമ്മദ് പൊന്നാനി, ഷുക്കൂർ പാഷ, അബ്ദുൾ റസാഖ് എന്നിവർ സംസാരിച്ചു. പൊന്നാനിയിൽ ആദ്യത്തെ ഒരുപാട് ചെറിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നെങ്കിലും പൊന്നാനിയിൽ ഇത്രയും വലിയ ജനപങ്കാളിത്തം വന്നിട്ടുള്ള കാര്യം അതാണ്. പിന്നീട് അതിലൊരു വിപുലമായി ആ റോഡ് ഏതാണ്ട് 6 കിലോമീറ്റർ ഉണ്ട്. പിന്നീട് ഒരു പാലം വന്നു. സർക്കാർ രേഖകളിൽ അത് നിലയോര പാത എന്നാണ്. പക്ഷേ പൊന്നാനിക്കാരെപ്പോഴും വിളിക്കുന്നതും ബഷീർ സംഘടന ഏറ്റവും അഭിമാനത്തോട് കൂടി കൊണ്ടെടുക്കും കർമ്മ എന്നുള്ള സംഘടന. അപ്പൊ അതിന്റെ അങ്ങനെ പൊന്നാനിയുടെ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞിരിക്കുന്ന ഒരാളാണ് കർമ്മ ബഷീർ. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ജുമാ മസ്ജിദ്, വലിയ ജാറം, വ്യാവസായിക പൈതൃകം നിലനിൽക്കുന്ന പാണ്ഡികശാലകൾ, ഹാർബർ, സാമൂതിരിയുടെ 2ാം ആസ്ഥാനമായ ശ്രീദുർഗ ഭഗവതി ക്ഷേത്രം, പൊന്നാനിയുടെ പൈതൃക തറവാടായ കാരംകുന്നത്ത് വീട്, കനോലി കനാൽ തുടങ്ങിയ ചരിത്ര സ്മാരകങ്ങളും പുണ്യസ്ഥലങ്ങളും വിദ്യാർത്ഥികൾ സന്ദർശിച്ചു. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം. വയനാട്ടിൽ ദുരന്തമുണ്ടായ ദിനം മുതൽ മൃതദേഹ പരിപാലനത്തിന് സജീവമായി രംഗത്തുള്ള വനിതകളുണ്ട്. മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 2 ഇടങ്ങളിലായി 6 വനിതകളാണ് ഈ സേവന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ളത്.